ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പിന്നെ ഇവിടെ സാധ്യമായിട്ടാണ് വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇഫ്താർ സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു ഇമ്മ്യൂണിറ്റി കൂടി നമുക്ക് തരും. കാരണം വിറ്റാമിൻ സി ഒക്കെ ഉണ്ട്. ക്യാരറ്റ് ആണെങ്കിലും മെയിൻ സാധനം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. ഇപ്പം ഞാനിപ്പോൾ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് 3 ക്യാരറ്റ് എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നമുക്കതൊന്ന് നല്ലോണം പാലയച്ച് നല്ലോണം ഗ്രൈൻഡ് ചെയ്തിരിക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഉള്ളവർ അധികം കഴിക്കണ്ട കേട്ടോ. കാരണം മധുരമാണ് കേട്ടോ ഈ സാധനം. ഷുഗറുള്ളവർ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെ ആശുപത്രിയിൽ കൊണ്ടുകൊണ്ട് വരും ഷുഗർ കൂടിയിട്ട്. ആ ഒരു സാധനം കൊണ്ട് ഷുഗർ ഉള്ളവരധികം കഴിക്കണ്ട കേട്ടോ. അപ്പോൾ അതേ പാലൊഴിച്ച് നമുക്ക് നല്ലോണം പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കാം കേട്ടോ. അതേ നല്ല സ്മൂത്തിൽ അങ്ങ് പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് അടുപ്പത്താണ് ബാക്കിയുള്ള പണിയൊക്കെ കേട്ടത്. ഈ അടുപ്പത്ത് പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നേരെ മിൽമേട നെയ്യാണ്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന മിൽമേട നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഉണ്ടല്ലോ, അരച്ച് വെച്ച മിക്സ് അതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതേ നല്ലോണം നെയ്യ് ഒഴിച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ പരമാവധി എന്തായാലും നെയ്യിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ. ആ നെയ്യുടെ മണം അതൊക്കെ കൂടി അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഈ ഇഫ്താറിന് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യിലേക്ക് നമുക്ക് നമ്മളെ ഈ മിക്സ് നമുക്ക് മുഴുവൻ ഇട്ട് കൊടുക്കാം. നല്ലോണം ഉണ്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പഞ്ചസാരയുടെ തൈരൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ റവയാണ് കേട്ടോ. നമുക്ക് റവയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ വേണ്ടത് പാലാണ് കേട്ടോ. നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അതായത് ആ റവ അപ്പം നിങ്ങളെടുത്തേക്കുന്ന റവയ്ക്കനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഈ റവ ഒന്ന് വെവ്വാറ് രീതിയിൽ പാലൊഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം കേട്ടോ. ആ റവ നല്ലോണം വെന്ത് അപ്പോൾ ആ പൊടി ഒന്ന് വെന്ത രീതിയിൽ പാലൊന്ന് കുറുകി വരാം കേട്ടോ. അതുവരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടി നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അതേ കണ്ടിയിൽ നല്ലോണം ഒന്ന് തിളച്ച് അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ വേണ്ടത് നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ, ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ഏലക്കായ ഒന്ന് ചെറുതായി ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. പൊടി അതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ നല്ലോണം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ആ പാത്രത്തിൽ മുഴുവൻ നമ്മളെ റവ ഉണ്ടല്ലോ വിട്ട് കിട്ടുന്ന രീതിയിലാവും. അതുവരെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ വിട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കുക. അതായത് ഈ ഒരു പരിവാകുമ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, ചെറുതായി കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നേരെ എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കയ്യിൽ എണ്ണ തേച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ മിക്സ് കയ്യിൽ നെയ്യ് തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു വലിപ്പത്തിൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ ഒരു സൈസ് ഇതിന് ചെറുതായാലും മതി, വല്ലാണ്ട് വലുതാവരുത് കേട്ടോ. ഒരു മീഡിയം സൈസിൽ ഇതാക്കണം. വലുതായി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം വേണ്ടത് നമുക്കിത് ഇഡ്ഡലി ചെമ്പിലിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം കേട്ടോ. 5 മിനിറ്റ് മാത്രം മതി, വല്ലാണ്ട് ഉടയാണ്ട കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് ആവി കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആവി കയറ്റിയെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വേണമെന്ന് വെച്ചാൽ പാലാണ് കേട്ടോ. ഞാനിപ്പോൾ പിന്നെ പാത്രം വെച്ച് നമുക്കിത് ഒരു പാക്കറ്റ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ട് നമ്മൾ നോർമൽ പാല് തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കാം കേട്ടോ ആദ്യം. അതിന് ശേഷം ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ.
പഞ്ചസാരൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഏലക്കായും കൂടി വേണം കേട്ടോ. ഇതിലേക്ക് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണ്ടത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് തിളയ്ക്കണ രീതിയിൽ തിളയ്ക്കണ നേരത്ത് നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ഇല്ലേ, കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ അല്ലെങ്കിൽ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഈ പാലൊന്ന് കുറുകി വരുമ്പോൾ, അതായത് പാലിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ടൈറ്റായി തുടങ്ങും കേട്ടോ. നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തായാലും നിർത്താണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നിർത്താണ്ട് ഇളക്കിയിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച് 5 മിനിറ്റ് ഒന്ന് പുഴുങ്ങി വെച്ച് ആ ബോൾസ് ഉണ്ടല്ലോ, ആ ബോൾസ് നമുക്ക് ഇതിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ഇതിൽ വറ്റിച്ചൊരു തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. റമദാനിന് എന്തായാലും നിങ്ങൾ ഈ ഒരു ഡിഷ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും കേട്ടോ. ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇതിൽ ഉണ്ടാവുകയില്ല. ക്യാരറ്റാണെന്ന് ഒരിക്കലും തോന്നില്ല കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കാൻ മറക്കരുത്. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.